2026 ഏപ്രിൽ 1 മുതൽ നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ ചില റൂൾസ് കണ്ടീഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. FSSAI സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്ത് ഫുഡ് കാറ്റഗറി ബിസിനസ് ചെയ്യുന്ന ആളുകളും നിർബന്ധമായിട്ടും എടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് FSSAI സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. വീട്ടിൽ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർ, അച്ചാറ്, അതുപോലെ ജാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ സോസ്, അങ്ങനെയുള്ള കേക്ക്, ചോക്ലേറ്റ്, കൊച്ചു ബിസിനസ് ചെയ്യുന്നവർ തൊട്ട് റെസ്റ്റോറന്റ്, ഹോട്ടല്, അതുപോലെ കാറ്ററിംഗ് ഏജൻസികൾ എല്ലാവരും എടുക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണ് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് മതിയാവോ? അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത്, എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്, അതായത് ഹോൾസെയിൽ ആണോ, റീറ്റെയിൽ ആണോ, മാനുഫാക്ചറിങ് ആണോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നൽകിയിട്ടാണ് FSSAI സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ നമ്മളുടെ ബിസിനസ്സിനകത്ത് പിന്നീട് എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സർട്ടിഫിക്കറ്റിനകത്ത് മാറ്റങ്ങൾ വരുത്തണം. ഇപ്പൊ ഞാനൊരു റീറ്റെയിൽ ഷോപ്പ് നടത്തുകയാണ്. അപ്പം ഞാനിപ്പോ റീറ്റെയിൽ ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു FSSAI എടുത്തു. എന്നിട്ട് എനിക്ക് തോന്നുകയാണ്, ഒരു 5 മാസം കഴിഞ്ഞപ്പോ തോന്നുകയാണ്, റീറ്റെയിൽ ഷോപ്പിന്റെ കൂടെ എനിക്ക് കുറച്ച് അച്ചാറും കൂടെ ആ ഷോപ്പിൽ അടുത്ത് തന്നെ ഉണ്ടാക്കി ഇവിടെ വിൽക്കാം എന്നുള്ളത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, അച്ചാറും കൂടി ഈ ഒരു സർട്ടിഫിക്കറ്റിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് പല പല ബിസിനസ്സുകൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ സർട്ടിഫിക്കറ്റിനകത്തോട്ട് തന്നെ നമുക്ക് എല്ലാ ബിസിനസ്സുകളും എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ആഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വേറെ വേറെ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ വേറെ വേറെ വീട്ടിലാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് FSSAI സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. എന്ത് പ്രോഡക്റ്റ് ആണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാ ഡീറ്റെയിൽസും നൽകിയിട്ടാണ് നമ്മൾ FSSAI സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. 1 വർഷം മുതൽ 10 വർഷം വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഗവൺമെന്റ് ഫീ ആണ് വ്യത്യാസം വരുന്നത്. 1 വർഷത്തോട്ടാണെങ്കിൽ 100 രൂപ, 10 വർഷത്തോട്ടാണെങ്കിൽ 10 × 100 1000, 5 വർഷത്തോട്ടാണെങ്കിൽ 100 × 5 500, അങ്ങനെ ഫീസ് മാറി മാറി വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ 1 വർഷത്തോട്ടാണ് എടുത്തിട്ടുള്ളെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷം കഴിയുമ്പോൾ തീരും. സർട്ടിഫിക്കറ്റിനകത്ത് ഡേറ്റ് ഉണ്ട്. അപ്പൊ 1 വർഷം കഴിയാറാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിന്യൂ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യണം. അങ്ങനെ റിന്യൂ ചെയ്യാം. ഇനി റിന്യൂ ചെയ്യാനായിട്ട് ലേറ്റ് ആയി പോയാൽ നമുക്ക് ഫൈൻ വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നീട് നമുക്ക് ഫൈൻ അടച്ചാലാണ് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ നമുക്ക് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മുടെ FSSAI സർട്ടിഫിക്കറ്റ് 3 രീതിയിലാണ് വരുന്നത്. FSSAI രജിസ്ട്രേഷൻ, സ്റ്റേറ്റ് ലൈസൻസ്, സെൻട്രൽ ലൈസൻസ്. അപ്പൊ ഇത്രയും നാളും ഇപ്പൊ നമ്മളുടെ ബിസിനസിന്റെ ടേൺ ഓവർ 1 വർഷം 12 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിലായിരുന്നു നമ്മൾ FSSAIയുടെ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. 12 ലക്ഷം രൂപയിൽ താഴെയായിരുന്നെങ്കിലായിരുന്നു രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഇപ്പൊ റൂള് മാറിയിട്ടുണ്ട്. നമ്മളുടെ ബിസിനസിന്റെ ടേൺ ഓവർ 1 വർഷം 1.5 കോടി രൂപയ്ക്ക് താഴെയാണെങ്കിലാണ് നമ്മൾ FSSAI രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. 1.5 കോടിക്കും അതുപോലെ 50 കോടിക്കും ഇടയിലാണെങ്കിലാണ് നമ്മൾ സ്റ്റേറ്റ് ലൈസൻസ് എടുക്കേണ്ടത്. 50 കോടിക്ക് മുകളിലാണെങ്കിലാണ് നമ്മൾ സെൻട്രൽ ലൈസൻസ് എടുക്കേണ്ടത്. അപ്പൊ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ, അതായത് 1 കോടി രൂപയ്ക്ക് താഴെ ടേൺ ഓവർ ഉള്ള ആളുകൾ, 1 വർഷം ടേൺ ഓവർ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, FSSAIയുടെ രജിസ്ട്രേഷൻ എടുത്താൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം, നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ രജിസ്ട്രേഷൻ എടുത്തിട്ട് പിന്നീട് ആ രജിസ്ട്രേഷൻ നമുക്ക് സ്റ്റേറ്റ് ലൈസൻസ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ അങ്ങനെ പറ്റില്ല. ഭാവിയിൽ അങ്ങനെ റൂൾസ് മാറിയേക്കോ എന്നുള്ളത് അറിയില്ല. ഇപ്പൊ നമ്മൾ രണ്ടാമത് അപ്ലൈ ചെയ്തിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഫീസ് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഗവൺമെന്റ് ഫീ വരുന്ന 100 രൂപ മുതലാണ്. എത്ര വർഷത്തോട്ട് എടുക്കുന്നു എന്നതിനനുസരിച്ച് മാറും. പിന്നെ നിങ്ങൾ ഏത് ഏജൻസി വഴി എടുക്കുന്നു എന്നതിനനുസരിച്ച് മാറും. ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ 500 രൂപയാണ് സർവീസ് ചാർജ് വരുന്നത് FSSAIയുടെ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് വേണ്ടി. അപ്പൊ ടോട്ടൽ 600 രൂപ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തോട്ടുള്ള FSSAI എടുക്കാനായിട്ട് സാധിക്കും. FSSAI എടുക്കാൻ വേണ്ട ഡോക്യുമെന്റ് നമ്മളുടെ ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, അപേക്ഷ നൽകുന്ന ആളുടെ ഫോട്ടോ വേണം, എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത് അതിന്റെ പ്രൂഫ് വേണം. റെന്റിന് എടുത്ത സ്പേസ് ആണെങ്കിൽ റെന്റൽ എഗ്രിമെന്റ്, നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതല്ല നമ്മുടെ ആധാറിലുള്ള അഡ്രസ്സിലാണെങ്കിൽ ആധാർ കാർഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫ് കൂടെ നമുക്ക് ആവശ്യമാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് FSSAIനെ റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഞങ്ങൾ വഴി നിങ്ങൾക്ക് FSSAI എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ നൽകുന്നതാണ് കേട്ടോ.